തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കെ രാജൻ. വനംവകുപ്പുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പൂരത്തിന്റെ നടത്തിപ്പ് സുഗമമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വനംവകുപ്പ് സർക്കുലർ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ല എന്ന് ആന ഉടമകൾ വ്യക്തമാക്കി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആനകൾ തമ്മിലും ആനകളും ആളുകളും തമ്മിലും നിശ്ചിത അകലം പാലിക്കണമെന്നും ക്യാപ്ചർ ബെൽറ്റ് ഒഴിവാക്കണമെന്നതടക്കമുള്ള നിബന്ധനകളാണ് സർക്കുലറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ നിബന്ധനകളെല്ലാം അപ്രായോഗികമാണെന്നും വനംവകുപ്പ് സർക്കുലർ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്നും ആന ഉടമകൾ വ്യക്തമാക്കി. ഈ നാട്ടാന പരിപാലന ചട്ടത്തെ പുതിയ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. ആ പരിഗണനയുള്ള കാര്യങ്ങളാണ് പലതുമാണ് ഇപ്പോൾ ഈ സർക്കുലറായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വൈൽഡ് ലൈഫ് വാർഡനെയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഞങ്ങളിതിൻ്റെ ആശങ്കകൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിലൊരു ചർച്ച ചെയ്ത് ഇത് സുഗമമായിട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുള്ള തീരുമാനം വേണമെന്നാണ് ഞങ്ങളിതിൽ പറഞ്ഞിരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2012 നാട്ടാന പരിപാലന ചട്ടമുണ്ട്. ഈ 2012 നാട്ടാന പരിപാലന ചട്ടത്തിൽ എന്താണ് അപകടമെന്ന് ഇതുവരെ വനം വകുപ്പ് പറഞ്ഞിട്ടില്ല. ഏത് തരത്തിൽ അതിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യം എന്താണ് അപകടമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫുൾ പ്രൂഫായിട്ട് വളരെ നല്ല രീതിയിൽ പോന്നിരുന്ന ഒരു ചട്ടം ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അപാകത വേണം. അപ്പോൾ അവർ അപാകത എന്തായിട്ടുള്ളതെന്ന് പറഞ്ഞില്ല. ഇത്തരം നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന ദേവസ്വങ്ങളും വ്യക്തമാക്കി. അതേസമയം വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പൂരത്തിന്റെ നടത്തിപ്പ് സുഗമമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പുതിയതായി ഇറക്കപ്പെട്ട ഈ നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള തടസ്സമുണ്ടെങ്കിൽ അക്കാര്യം ഗൗരവമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പൂരത്തിന് അനുകൂലമാകുന്ന വിധത്തിലും സുഗമമായി കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ പൂരം നടത്താൻ കഴിയുന്ന വിധത്തിലും ആവശ്യമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. സംഭവത്തിൽ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ പൂരം ചടങ്ങു മാത്രമായി നടത്തേണ്ടി വരുമെന്ന് ഇരു ദേവസ്വങ്ങളും പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ.